നമ്മളെ റെയിൻ ഫോറസ്റ്റ് പ്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കായ്ക്കുന്ന ഒരു നല്ല പഴമാണ്. ഇതുണ്ടല്ലോ, ബ്രസീലിയൻ പഴമാണ്. ഇതിപ്പം ഫെബ്രുവരി ആയിക്കൂടി ഇതെല്ലാ മാസവും പഴം കിട്ടും. യൂജീനിയ കണ്ടോളിയൻ എന്ന് പറഞ്ഞിട്ട് ബ്രസീലിയൻ ഫലവൃക്ഷമാണ്. നമുക്ക് ഏകദേശം 11 മാസത്തോളം ഇതിൻ്റെ പഴം കിട്ടും. ഇതിൻ്റെ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 30-ാം ദിവസം തന്നെ ഇതിൻ്റെ ഫ്രൂട്ട് നമുക്ക് പറിക്കാൻ കഴിയും. ധാരാളം പഴങ്ങൾ, ഏകദേശം നമ്മുടെ ഒരു മരത്തിൽ നിന്ന് തന്നെ നമുക്കൊരു 1.5 കിലോ 2 കിലോ പഴങ്ങൾ ഒരു മാസം നമുക്ക് കിട്ടും. ഇതാണ് അതിൻ്റെ പഴം. ഇതുണ്ട് ഇതിൻ്റെ പ്രത്യേകത. ഇത് ചെറിയൊരു സീഡ്, ഞാവൽപ്പഴത്തിൻ്റെ ടേസ്റ്റ്. ഞാവൽപ്പഴത്തിൻ്റെ ടേസ്റ്റല്ല, ഞാവൽപ്പഴം പോലത്തെ മധുരവും ചവർപ്പും എല്ലാം കലർന്ന് ഇത് വേറെ പ്രത്യേകിച്ചില്ല. എല്ലാ മാസവും പല പല ഫ്ലേവറിലേക്ക് വരും. നമുക്കൊരു ഗാർഡൻ പ്ലാന്റ് ആയിട്ടും വെക്കാം, അതുപോലെ തന്നെ ഫലവൃക്ഷമായിട്ടും വെക്കാം. കമേഴ്ഷ്യൽ സാധ്യതയുള്ള ഒരു ഫലവൃക്ഷമാണ് ഈ റെയിൻ ഫോറസ്റ്റ് പ്ലം. നമുക്കിവിടെ 3-ാം വർഷം തൊട്ട് ഇത് കായ്ക്കാൻ തുടങ്ങും. കുരുനട്ട്, ലെയറോ ഗ്രാഫ്റ്റോ അങ്ങനെയൊന്നുമില്ല. കുരുനട്ട് 3-ാം വർഷം തന്നെ നമുക്കിതിൻ്റെ കായ കിട്ടും. എന്തായാലും എല്ലാവരും ഒരു ഗാർഡൻ പ്ലാന്റ് എന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ കൂടി കുടുംബത്തിലെ കുട്ടികൾക്കും വലിയവർക്കും ഇത് നന്നായിട്ട് കഴിക്കാൻ കഴിയും. ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു 10-10 അടി അകലത്തിൽ നടുവാണെങ്കിൽ നല്ലതായിരിക്കും. മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 15 ഫീറ്റ് വരെ ഇത് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പേരയൊക്കെ പോലത്തെ ഒരു തണ്ടാണ് ഇതിനുള്ളത്. ഇതിൻ്റെ ഒരു ആയുസ് ഒരു 15-20 വർഷം വരെ ആയുസുണ്ട്. പക്ഷികൾ നന്നായിട്ട് ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതിന് ഞങ്ങളെല്ലാം വരയിട്ടാണ് സംരക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് വളം അങ്ങനെ ആവശ്യമില്ല. പേര നടുന്ന പോലെ തന്നെ പ്രത്യേകിച്ച് വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഫ്ലവർ ഉണ്ടായിക്കഴിഞ്ഞാൽ മഴ പെയ്തില്ലെങ്കിൽ വാട്ടർ പോളിനേഷൻ ആണ് ഇതിന് മെയിനായിട്ട് വേണ്ട. അതിന് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ കൂടുതൽ ഈൽഡ് കിട്ടാൻ സഹായിക്കും. പോളിനേഷൻ വാട്ടറാണ്, നമ്മുടെ അറിവും അങ്ങനെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഫലം കിട്ടുന്ന ഒരു ഫലവൃക്ഷമാണ് ഈ റെയിൻ ഫോറസ്റ്റ് ഫ്രം ആമസോൺ റെയിൻ ഫോറസ്റ്റ്, ബ്രസീലിയൻ സ്വദേശി. ഇത് ഒരു 15 മുതൽ 20 വർഷം വരെ ഇതിന് ലൈഫുണ്ട്. പിന്നെ നമുക്ക് കുരു നട്ട് 3-ാം വർഷം നമുക്ക് കാവറിക്കാം. ഏകദേശം 15 മുതൽ 20 അടി വരെ ഹൈറ്റിലേക്ക് വളരും. ഇതിപ്പോൾ നമ്മളീ കാണുന്നത് ഇദ്ദേഹത്തിന് 8 വർഷത്തിന് മേളിൽ പഴക്കമുണ്ട്. നല്ല ഫലവൃക്ഷമാണ്. അസല് ഇതുപോലെ വലയിട്ട് സംരക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് കാവ് കിട്ടില്ല. യൂജീനിയ കണ്ടോളിന.